ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിലെ ബി.ജെ.പി. ഭരണം വീണിരിക്കുകയാണ്. യു.ഡി.എഫിന്റെ അവിശ്വാസ പ്രമേയത്തെ എൽ.ഡി.എഫ്. പിന്തുണച്ചിരിക്കുന്നു. ടോസ് ഇട്ടായിരുന്നു മുൻപ് ബി.ജെ.പിക്ക് ഭരണം ലഭിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ ടോസ് ഇട്ട് ലഭിച്ച ഭരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അവിശ്വാസത്തെ പിന്തുണച്ചിരിക്കുന്നു. യു.ഡി.എഫിന്റെ അവിശ്വാസത്തെ എൽ.ഡി.എഫ്. പിന്തുണച്ചിരിക്കുന്നു, അല്ലേ? അതേ സ്മൃതി, പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ ബി.ജെ.പിക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ബി.ജെ.പിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് യു.ഡി.എഫ്. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ബി.ജെ.പിക്ക് 6, യു.ഡി.എഫിന് 6, എൽ.ഡി.എഫിന് 2, അങ്ങനെയായിരുന്നു ഇവിടെ കക്ഷിനില. അതായത് 6-6 എന്ന നിലയിൽ യു.ഡി.എഫും എൻ.ഡി.എയും സമനിലയായിരുന്നു. അങ്ങനെയാണ് ടോസിലൂടെ ബി.ജെ.പിക്ക് ഭരണം കിട്ടിയത്. ഇപ്പോൾ അവിശ്വാസ പ്രമേയ ചർച്ച അല്പസമയം മുമ്പ് നടന്നു. അതിന്മേൽ വോട്ടെടുപ്പ് എൽ.ഡി.എഫിന്റെ 2 അംഗങ്ങൾ, സി.പി.എമ്മിലെ 2 അംഗങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ ബി.ജെ.പി. പ്രസിഡന്റിന് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെ, കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുകയാണ്. നിലവിൽ 6 അംഗങ്ങളുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ടോസിലൂടെയാണ് ഭരണം നഷ്ടപ്പെട്ടത്. അത് തിരികെ പിടിക്കാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പം നിലവിൽ 8 പേരുടെ പിന്തുണ വേണമായിരുന്നു. ഈ അവിശ്വാസത്തെ എൽ.ഡി.എഫിന്റെ 2 പ്രതിനിധികളും സപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ആ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുകയാണ്. യു.ഡി.എഫും എൽ.ഡി.എഫും ഒറ്റക്കെട്ടായി ബി.ജെ.പിയെ പുറത്താക്കുന്നതിനായിട്ട്, അതായത് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള ഒരു വികാരം എന്ന നിലയിലാണ് അവരും ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം വഹിക്കേണ്ട പ്രസിഡന്റ് പദവി ഇരിക്കുന്ന ആള് സ്വജനപക്ഷപരമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെ മെമ്പർമാർ അവിശ്വാസത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ഭരണം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ യു.ഡി.എഫ്. പ്രതിനിധികളുടെ അവരുടെ ഒരു നിലപാടാണ് ഇപ്പോൾ നാം കേട്ടത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നിന്നും ഇപ്പോൾ എൽ.ഡി.എഫിന്റെ സി.പി.എമ്മിന്റെ 2 അംഗങ്ങൾ ഇപ്പോൾ താഴേക്ക് വരും. അവരുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട്. ഏതായാലും ബി.ജെ.പിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് സ്ഥാനം നഷ്ടമായിരിക്കുന്നു. പ്രധാനമായും ഭരണസ്തംഭനം നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് യു.ഡി.എഫ്. അവിശ്വാസ പ്രമേയത്തിന് ഒരു നോട്ടീസ് നൽകുകയും നിർണായകമായത് സി.പി.എമ്മിന്റെ പിന്തുണയാണ് എന്നുള്ളതാണ്. പത്തനംതിട്ടയിലെ നാരങ്ങാനം പഞ്ചായത്തിൽ ബി.ജെ.പിയുടെ ഭരണം അവസാനിപ്പിച്ചിരിക്കുകയാണ്.